അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ വാസഗേഹമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ തലമുറകളിലും അങ്ങ് ഞങ്ങളുടെ വാസഗേഹമാകുന്നു. പർവ്വതങ്ങൾ ഉരുവാകുന്നതിനും ഭൂമി രൂപപ്പെടുന്നതിനും പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുന്നതിനും മുമ്പേ അനാദി മുതൽ എന്നേക്കും അങ്ങ് ദൈവമാകുന്നു. അങ്ങ് മനുഷ്യനെ താഴ്ന്ന നിലയിലേക്ക് പിന്തിരിപ്പിക്കുന്നു. അനുഗമിക്കുമെന്ന് അങ്ങ് കൽപ്പിക്കുന്നു. അങ്ങയുടെ ദൃഷ്ടിയിൽ 1000 വത്സരങ്ങൾ അസ്തമിച്ചൊരു ദിവസം പോലെയും രാത്രിയുടെ ഒരു യാമം പോലെയും ആകുന്നു. പുലരിയിൽ പൂവിടുന്ന പുല്ലിൻ്റെതുപോലെ മനുഷ്യന്റെ ജീവിതകാലം ക്ഷണികമാകുന്നു. രാവിലെ അത് മുളച്ചുയരുന്നു, സായാഹ്നത്തിൽ വാടിക്കരിയുന്നു. അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു. അങ്ങയുടെ ക്രോധത്താൽ പരിഭ്രാന്തരാകുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം അങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ മുഖശോഭയാൽ ഞങ്ങൾക്ക് യുവത്വം നൽകണമേ. അങ്ങയുടെ ക്രോധാഗ്നിയിൽ ദിനങ്ങളെല്ലാം കൊഴിഞ്ഞുപോയി. ഞങ്ങളുടെ വത്സരങ്ങൾ ചിരഞ്ജീവന പോലെ ഇല്ലാതായി. ഞങ്ങളുടെ ആയുസ് 70 വത്സരമാണല്ലോ. കൂടിയാൽ 80ഓളം നീളം. അതിലേറിയ ഭാഗവും ഞെരുക്കവും ദുഃഖവും മാത്രം. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ താഴ്ത്തപ്പെട്ടിരിക്കുന്നു, ക്ലേശത്താൽ വലയുന്നു. അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ക്രോധത്തിന്റെ ഭീകരതയും അറിയുന്നു. ഹൃദയവിജ്ഞാനം പ്രാപിക്കുന്നതിന് ഞങ്ങളുടെ ദിവസങ്ങളുടെ എണ്ണം ഞങ്ങളെ അറിയിക്കണമേ. കർത്താവേ, ഞങ്ങളിലേക്ക് തിരിയണമേ. എത്ര നാൾ അങ്ങയുടെ ദാസരെ ആശ്വസിപ്പിക്കാതിരിക്കും? പ്രഭാതവേളയിൽ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ സംതൃപ്തരാക്കണമേ. എല്ലാ ദിവസവും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കട്ടെ. ഞങ്ങളെല്ലാവരും സന്തോഷിക്കട്ടെ. ഞങ്ങളുടെ ദുരിതം അവസാനിച്ചിരിക്കുന്നു. കഷ്ടതയുടെ നാളുകൾ കടന്നുപോയി.
അതിനാൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അങ്ങയുടെ പ്രവൃത്തികൾ അങ്ങയുടെ ദാസർക്ക് ദൃശ്യമാകട്ടെ. അങ്ങയുടെ പ്രതാപം അവരുടെ മക്കൾക്കും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സംപ്രീതി നമ്മോടൊത്തുണ്ടാകട്ടെ. തന്റെ കരവേറിയാൽ അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു, കരബലത്താൽ നമ്മെ ഉറപ്പിച്ചു. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവരും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവരും ഭാഗ്യവാനാകുന്നു. എന്റെ ശരണോ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക. ഇടർച്ചയുടെ കെണിയിൽ നിന്ന്, വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്ന് അവിടുന്ന് നിന്നെ രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ ആവരണം ചെയ്യും. തന്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നിനക്ക് അഭയം നൽകും. അവിടുത്തെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ മുഴുകുന്ന ശബ്ദവും മധ്യാഹ്നത്തിലടിക്കുന്ന കൊടുങ്കാറ്റ് നീ ഒട്ടും പേടിക്കേണ്ട. ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും, 10,000 നിന്റെ വലതുഭാഗത്ത്, എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല. നീ അവരെ എല്ലാം കാണും, ദുഷ്ടർക്കുള്ള പ്രതിഫലം നീ ദർശിക്കും. നിന്റെ സങ്കേതം കർത്താവാകുന്നു, അത്യുന്നതൻ നിന്റെ കോട്ടയാകുന്നു. നിനക്ക് തിന്മയൊന്നും വരുകയില്ല, ബാധ നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. വഴികളെ നിന്നെ സംരക്ഷിക്കാൻ അവിടുന്ന് തന്റെ മാലാഖമാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ കരങ്ങളെ നിന്നെ അവർ വഹിച്ചുകൊള്ളും. സർപ്പത്തിനെ മണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ ചവിട്ടി മെതിക്കും. എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ അവരെ രക്ഷിക്കും. എന്റെ നാമം പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും. എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. അവന്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും. ദീർഘായുസ് നൽകി അവനെ ഞാൻ തൃപ്തനാക്കും. രക്ഷിക്കാനുള്ള എന്റെ കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും. കർത്താവിനെ സ്തുതിക്കുന്നത് ഉത്തമമാകുന്നു, അത്യുന്നത അങ്ങയുടെ നാമം പാടി പുകഴ്ത്തുന്നത്. പ്രഭാതത്തിൽ അങ്ങയുടെ നന്മയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയും പ്രഘോഷിക്കുന്നത് ഉത്തമമാകുന്നു. ഞാൻ 10 കമ്പിയുള്ള കിന്നരം മീട്ടുകയും വീണ വായിക്കുകയും ചെയ്യും. കർത്താവേ, അങ്ങയുടെ പ്രവർത്തികൾ എന്നിൽ ആനന്ദം പകരുന്നു. അങ്ങയുടെ കരവേലകൾ ഞാൻ പുകഴ്ത്തും. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര ഉത്കൃഷ്ടമാകുന്നു, അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധമാകുന്നു. മൂഢനായ മനുഷ്യനത് അറിയുന്നില്ല, ഭോഷന്മാർ അത് ഗ്രഹിക്കുന്നില്ല. ദുഷ്ടന്മാർ പച്ചപ്പുല്ല് പോലെ മുളച്ചുയരുന്നു, തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു, അവർ എന്നേക്കുമായി നശിക്കും. കർത്താവേ, അങ്ങ് എന്നേക്കും ഉന്നതനാണ്. അങ്ങയുടെ ശത്രുക്കൾ നശിച്ചു പോകും. അങ്ങയുടെ വൈരികൾ നിലംപതിക്കും, ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും. എന്നെ അങ്ങ് ഉയർത്തി സുഗന്ധതൈലത്താൽ അഭിഷേചിച്ചു. എന്റെ കണ്ണുകൾ ശത്രുക്കളെ കണ്ടു, കാതുകൾ എനിക്കെതിരെ നിൽക്കുന്ന ദുഷ്ടരെ ശ്രമിച്ചു. എന്റെ കണ്ണുകൾ ശത്രുക്കളെ കണ്ടു, കാതുകൾ എനിക്കെതിരെ നിൽക്കുന്ന ദുഷ്ടരെ ശ്രമിച്ചു. നീതിമാൻ പന പോലെ വളരും. ദൈവമായ കർത്താവിന്റെ ഭവനാങ്കണത്തിൽ നട്ടിരിക്കുന്ന ലെബനോനിലെ ദേവദാരു പോലെ പുഷ്പിക്കും. അവ വീണ്ടും തളിർക്കും, പ്രായമേറിയാലും വളരും, പുഷ്ടിപ്പെടുകയും സുഗന്ധം വർഷിക്കുകയും ചെയ്യും. കർത്താവ് ധർമ്മിഷ്ഠനാണെന്നും ശക്തനാണെന്നും അവനിൽ ദുഷ്ടതയില്ലെന്നും അവർ പ്രഘോഷിക്കും. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ.
അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. അവന് സ്തുതിയോജ്യമാകുന്നു. ശത്രുഗണത്താൽ നിന്ദിതനായി കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിതനായി മരിച്ചവനാം നാഥ നിന്നെ നമിക്കുന്നു. പ്രവാചകൻ വഴി അരുളി ചെയ്തിരുന്നത് പോലെ ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു മിശിഹാനേ, ദിവ്യമാരുടെ വചനങ്ങൾ നിന്നിൽ പൂർത്തി വരിക്കുന്നു. ദുഷ്ടരുടെ വഴി നാശമടയുന്നു. ക്രൂശിച്ചവരുടെ തന്ത്രങ്ങൾ അവരുടെ ദുഷ്ടത വെളിവാക്കി വിജയം നേടിയൊരു നാളും അവരുടെ ദുഷ്ടവിചാരങ്ങൾ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വന്തഹിതത്താൽ സഹനങ്ങൾ കൈക്കൊണ്ടവനാം കർത്താവേ, ലിഖിതം നിഖിലം നിറവേറ്റും നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ. അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ. സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന. 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചു കൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തിരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു.
പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായി വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗൃഹത്തിൽ അടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര